അത്യാവശ്യം നല്ല സ്ഥലമുണ്ടല്ലേ, നല്ല സ്പേഷ്യസ് ആണ്. ബാക്ക് സീറ്റ് ഇരുന്നിട്ട് തന്നെ മറ്റേ ഇലക്ട്രിക് ആയതുകൊണ്ട് സാധാരണ നമുക്ക് അണ്ടർ തൈ സപ്പോർട്ട് കുറവായിരിക്കും. സപ്പോർട്ട് കുറവും പല ഈ കൺവേർഷൻ വെഹിക്കിൾസ് വരുമ്പോഴത്തേക്ക് പലതിന്റെ സെന്ററിൽ മറ്റേ ടണൽ ഇതിനകത്ത് അങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഫേസ് ചെയ്യുന്നില്ല. പിന്നെ ടോപ്പ് എൻഡ് വരുമ്പോൾ മറ്റേ സീറ്റ് വാക്കിംഗ് ഡിവൈസ് ഒക്കെ വരുന്നുണ്ട്. സീറ്റ് നമുക്ക് ബാക്കിൽ ഇരുന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഈ സൈഡിൽ. അതെ, ലെഗ് സ്പേസ് ഒക്കെ ആണെങ്കിലും ബാക്കിൽ അത്യാവശ്യം നല്ല കംഫർട്ട് തന്നെയാണ്. ഫുള്ളും രസമുണ്ട്. ഇത് ആക്ച്വലി നോർമൽ മോഡാണ്. എക്കോ നോർമൽ സ്പോട്ട് ഡ്രൈവ് മോഡ്. സ്പോട്ടിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനിഷ്യല് എന്താന്നുള്ള മനസ്സിലാവും. വലിച്ചു കയറുന്നത്. റീജൻ ആക്റ്റീവ് ആണ്. റീജൻ ഇപ്പം ആക്റ്റീവ് ആണ്. ആക്ച്വലി ലെവൽ 2 ആണെന്ന് തോന്നുന്നതായിട്ട് നമ്മൾ ലെവൽ 3 ആണ്. ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്ത് ലെവൽ 2 ലെവൽ 1 ആക്കിയാൽ നല്ലതായിരിക്കും. ഈ സൈഡാണ് മൈനസ്. റൈറ്റ്. ഹൈപെഡൽ ഉൾപ്പെടെ വരുന്നുണ്ട്. എന്താണ് സംഭവം? ഹൈപെഡൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഡെഡ് ആൻഡ് ട്രാഫിക്സിലൊക്കെ മറ്റേ അയോണിക്കിനകത്തൊക്കെ വരുന്ന പോലെ സിംഗിൾ പെഡൽ ഡ്രൈവിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ റീജനറേറ്റീവ് ബ്രേക്കിംഗിൽ തന്നെ 3 മോഡ്സ് ആയിട്ട് വരുന്നുണ്ട്. 0, 1, 2, 3 എന്ന് പറയുന്നത്. അതുകൂടാതെ ഓട്ടോ റീജനറേറ്റീവ് മോഡ്സ് ഉണ്ട്. അതാകുമ്പോൾ വണ്ടിയുടെ ഒരു സ്പീഡിനനുസരിച്ച് നമ്മൾ ആക്സിലേറ്റ് ചെയ്യുന്ന കാലെടുത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മോട്ടോർ ബ്രേക്കിംഗ് സ്പീഡ് ലിമിറ്റ് ചെയ്തിട്ടായിരിക്കും സംഭവിക്കുന്നത്. റേഞ്ച് എത്രത്തോളം നമുക്ക് എക്സ്ട്രാ കിട്ടുകയും ചെയ്യും. ഹൈപെഡൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഡ് ആൻഡ് ട്രാഫിക്സിൽ യൂസ് ചെയ്യാം, സിറ്റി ട്രാഫിക്സിലൊക്കെ. ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ജസ്റ്റ് അപ്പ് ചെയ്ത് ലെവൽ 3 കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപെഡൽ ആണ്. ഹൈപെഡൽ ആക്ടിവേറ്റ് ആയി. നല്ല കാല് കൊടുക്കാൻ വേണം. കാല് കൊടുത്തിട്ട് അത് തിരിച്ചുള്ള പിടുത്തം അത് ഡെഡ് ആൻഡ് ട്രാഫിക്സിൽ, അതായത് ഒരു 20 കിലോമീറ്ററിനകത്തൊക്കെ പോകുന്ന സിറ്റുവേഷനിൽ നമുക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾമോസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന പോലെ. അതെ. റീജൻ ഒരു ഫ്യൂവൽ ടാങ്ക് പോലെ കാണിച്ചത്. ഫ്യൂവൽ ടാങ്ക് പോലെ. ഇത് നമുക്ക് എന്ത് റേഞ്ച് ഒക്കെ പ്രതീക്ഷിക്കാം? ലൈക്ക് ബാറ്ററി കപ്പാസിറ്റി ഇത് വരുമ്പോൾ നമ്മൾ ലോങ് റേഞ്ച് വെഹിക്കിൾ ആണ്. എക്സലൻസ് LR എന്ന് പറയുന്നത് 51.4 കിലോവാട്ട് 470 ആണ് സർട്ടിഫൈഡ് റേഞ്ച് പറയുന്നത്. ഇപ്രാവശ്യം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ബാറ്ററി കിലോവാട്ട് കൂട്ടിയിട്ട് റേഞ്ചും എന്നാൽ ഒരുപാട് പറഞ്ഞിട്ടതും ഇല്ല. എനിക്ക് തോന്നുന്നു മെയിൻ ഒരു കൺസേൺ എന്ന് പറയുമ്പോൾ പല EV വെഹിക്കിൾസും എടുത്തു കഴിഞ്ഞാൽ പലർക്കും പ്രശ്നമാണ്. 500 പറയുന്ന വണ്ടിക്ക് 350 കിട്ടുന്നുള്ളൂ. ഇവിടെ ആ പ്രശ്നം ഇപ്പം വരുന്നില്ല സത്യം പറഞ്ഞാൽ. കാരണം നമുക്ക് ഏകദേശം ഒരു 430, 450 ഒക്കെ പ്രാക്ടിക്കൽ റേഞ്ചസ് കിട്ടുന്നുണ്ട്. കാരണം വണ്ടി ഇറങ്ങി വരുന്നതേ ഉള്ളൂ, 1-2 മാസമൊക്കെ ആവുന്നതേ ഉള്ളൂ. ഏകദേശം ഒരു കേരളത്തിന് എനിക്ക് തോന്നുന്നു 100 വണ്ടി താഴെ ആയിട്ടുള്ളൂ ഇതുവരെ. ഇപ്പൊ ഈ കറന്റ് ബാറ്ററി ആണ് 38%, 167 കിലോമീറ്റേഴ്സ്. പിന്നെ ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിളിനകത്ത് അക്യുറേറ്റ് ആണെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. കാരണം ഡിഫറെന്റ് ഡ്രൈവ് മോഡ്സ് ആയിരിക്കും. സിംഗിൾ ഹാൻഡ് യൂസ്. ഇപ്പൊ നമ്മളെ ആണെങ്കിലും സാധാ വണ്ടി നമ്മൾ ഓടിക്കാൻ കിട്ടുന്ന മൈലേജ് ആയിരിക്കത്തില്ലോ വേറൊരാൾ ഓടിക്കാൻ കിട്ടുന്നത്. ഡിഫറൻസ് ആണ്. ഒരു ടയർ എന്തോ ഒരു ടയർ അത് പഞ്ചറല്ല, കാറ്റ് കുറവാണ് സംഭവം. ഒരു വാർണിംഗ് അത് ഇടയ്ക്കിടയ്ക്ക് വന്നോളൂ, എങ്കിലും കുഴപ്പമില്ല. ലോ പ്രഷറിന്റെ അല്ലേ? ലോ പ്രഷറിന്റെ. അപ്പം ടോട്ടലി എത്ര വേരിയൻസ് ഉണ്ട്? ടോട്ടലി 6 വേരിയൻസ് ഉണ്ട്. 2 ബാറ്ററി പാക്കിലായിട്ട് തന്നെ ഇപ്പം നമുക്ക് 42 കിലോവാട്ടിന്റെ ബാറ്ററി പാക്ക് വരുന്നുണ്ട് 390 സർട്ടിഫൈഡ് റേഞ്ചിൽ. അതാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു 4 വേരിയൻസ് ഉണ്ട്. എക്സിക്യൂട്ടീവ്, സ്മാർട്ട് ഓപ്ഷൻ, പ്രീമിയം. പിന്നെ 51.4 കിലോവാട്ടിനകത്ത് 2 ബാറ്ററി പാക്ക്. അതായത് ആ ബാറ്ററി പാക്കിനകത്ത് 2 വേരിയൻസ്, സ്മാർട്ട് ഓപ്ഷനും എക്സലൻസ് എല്ലാം. എക്സ്റ്റീരിയർ ലുക്ക് എല്ലാ വെഹിക്കിൾസിന്റെയും സെയിം ആണ്. അലോയ്സ് തൊട്ട് ഏറ്റവും ബേസ് വേരിയന്റ് തൊട്ട് വരുന്നുണ്ട്. പിന്നെ സീറ്റ് വാക്കിംഗ് ഡിവൈസും മെമ്മറി സീറ്റ് ഫംഗ്ഷനും സീറ്റ് വെന്റിലേഷൻ ഫീച്ചേഴ്സ് മാത്രമാണ്. ഇപ്പം കണക്റ്റഡ് സ്ക്രീൻ തൊട്ട് എല്ലാ ഫീച്ചേഴ്സും ബേസ് വേരിയന്റ് തൊട്ടേ വരുന്നുണ്ട്. ഓരോ എലമെന്റ്സും ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം. കാരണം വീൽസ് ഒക്കെ ആണെങ്കിലും എയറോ അലോയ് വീൽസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതും ലോ റോളിംഗ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള ടയേഴ്സ് ആണ് വന്നിരിക്കുന്നത്. മാക്സിമം എഫിഷ്യൻസി. പിന്നെ നമ്മളെ അയോണിക്കിന്റെ പോലെ തന്നെ ഫ്രണ്ടിൽ ആക്റ്റീവ് എയർ ഫ്ലാപ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മറ്റേ എയറോഡൈനാമിക്സും ഇന്റേണൽ പാർട്സ് കൂളാക്കാൻ വേണ്ടിയിട്ട്.
ഫ്രണ്ട് ഒരു ഫ്രങ്ക് പോലെ ഉണ്ടല്ലേ? ഫ്രങ്ക് ഉണ്ട്, 22 ലിറ്റേഴ്സിന്റെ ഫ്രങ്ക് വരുന്നുണ്ട്. അതിനടിയിലാണ് അന്നേരം മോട്ടർ വരുന്നത്? അതിന്റെ അടിയിലാണ് മോട്ടർ വരുന്നത്. ചാർജറൊക്കെ അതിന്റെ അകത്ത്. ചാർജറൊക്കെ അതിനകത്ത്. ചാർജിങ് ലിഡ് ഓപ്പൺ ചെയ്യണമെങ്കിലോ? ജസ്റ്റ് പ്രസ് ചെയ്താൽ ഫ്രണ്ടിൽ തന്നെ. ഇവിടെ എന്തെങ്കിലും അല്ല, വെഹിക്കിൾ അൺലോക്ക് ആയിരിക്കണം. ജസ്റ്റ് പ്രസ് ചെയ്താൽ ഒന്ന് പുഷ് ചെയ്താൽ മതി. ഓ ശരി ശരി. അഡാസ് ഒക്കെ ലെവലാണ്? ലെവൽ 2 അഡാസ് തന്നെ, വിത്ത് 19 നമ്പർ ഓഫ് ഫീച്ചേഴ്സ്. ഓട്ടോ ബ്രേക്കിങ്ങും ലാൻഡ് കീപ്പ് സിസ്റ്റം, പിന്നെ റിയർ ക്രോസ് കൊളീഷൻ, മറ്റേ റിവേഴ്സ് എടുക്കുമ്പോൾ ബാക്കിൽ പെഡസ്ട്രിയൻസോ വെഹിക്കിൾസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓട്ടോ ബ്രേക്കിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. അഡാസിൻ്റെ തന്നെ കാണിക്കുന്നത്. പിന്നെ ബ്ലൈൻഡ് സ്പോട്ട് വ്യൂ മോണിറ്റർ വരുന്നുണ്ട്, ക്ലസ്റ്റർ ക്യാം ആവുന്നത്. ഓക്കെ. ഇപ്പോൾ EV-യിലേക്ക് വന്നപ്പോഴത്തേക്ക് ഗ്രൗണ്ട് ക്ലിയറൻസിൽ ഒരു 10 mm ഹൈക്ക് വന്നിട്ടുണ്ട്. 190 കിടന്ന് 200 mm ആയി മാറി. ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടി. ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടി. പ്രൈസസ് ഒക്കെ എന്ത് വരും? നിലവിൽ നമ്മള് ഓൺ റോഡ് പ്രൈസിങ് വരുന്നതെന്ന് പറഞ്ഞാൽ 19.82 തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് 26.848 അതായത് 27 നമുക്ക് വണ്ടി കിട്ടുന്നുണ്ട്. ഏറ്റവും ടോപ്പിന്റെ ഡ്യുവൽ ടോൺ അല്ലെങ്കിൽ മാറ്റ് ഫിനിഷ് ആണെന്നുണ്ടെങ്കിൽ. ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് എക്സലൻസ് എല്ലാം സിംഗിൾ ടോൺ ആണ് വരുന്നത്. ഇത് വരുമ്പോഴത്തേക്ക് 26.72 അടുപ്പിച്ച് വരുന്നുണ്ട് ഓൺ റോഡ്. എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. പ്രീമിയം ഫീച്ചേഴ്സ് പോലെ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് യൂഷ്വലി EVs കാണാത്ത പോലെ ഇന്നാപ്പ് കാർപേ എന്നൊക്കെ പറയുന്ന ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ചാർജിങ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ ഫോണ് കാര്യങ്ങളൊന്നും എടുക്കണ്ട, ഡയറക്റ്റ് ഇതിനകത്ത് തന്നെ നമുക്ക് വാലറ്റ് ആഡ് ചെയ്തിടാൻ പറ്റും. വണ്ടി അവിടെ ചെന്നിട്ട് ഡയറക്റ്റ്ലി നമുക്ക് ഇതിനകത്ത് ഓൾറെഡി ഈസിയും വരുന്നുണ്ടല്ലോ. സോ അത് വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ്ലി പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ആ ഒരു ഡിസ്കൗണ്ട് അല്ലാതെ എന്തെങ്കിലും ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ? ഇല്ല, പ്രത്യേകിച്ച് ഓഫേഴ്സ്. പുതിയ വണ്ടിയില്ലേ, 1.5 മാസമല്ലേ ആയുള്ളൂ. ലോഞ്ച് ചെയ്തിട്ട് 1.5 മാസം കഴിയുന്നില്ലേ. ബുക്കിംഗ് ടൈം ഉണ്ടോ? ബേസ് വേരിയന്റിന് നല്ല ലാഗ് ഉണ്ട്. എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ആണെങ്കിൽ നിയർലി എനിക്ക് 3 to 4 months വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അന്നേരം ഈ ഹയർ ബാറ്ററി പാക്ക് ഉള്ള വേരിയന്റ്സ് എങ്ങനെ സ്പ്ലിറ്റ് വരും? വെയിറ്റിംഗ് ഒന്നും വരുന്നില്ല. നിയർലി ഒരു 2 to 3 weeksലൊക്കെ യൂഷ്വലി വെഹിക്കിൾസ് കിട്ടുന്നുണ്ട് ഇപ്പോഴത്തെ ഇത് വെച്ച്. അതിന്റെ ആ ലൈക് വേരിയന്റ് സ്പ്ലിറ്റ് എങ്ങനെയൊക്കെയാ വരുന്നത് പേരുകൾ? ഹയർ വേരിയന്റിൽ ഹൈ ബാറ്ററി പാക്ക് വരുന്നതിനകത്താണെങ്കിൽ 2 വേരിയന്റ്സ് വരുന്നുള്ളൂ, സ്മാർട്ട് ഓപ്ഷനും എക്സലൻസ് എല്ലാറും. എക്സലൻസ് എല്ലാർ എന്ന് പറഞ്ഞാൽ ലോങ് റേഞ്ച്. അതിനകത്ത് തന്നെ പിന്നെ വിത്ത് ചാർജറും വിത്തൗട്ട് ചാർജറും ഉള്ളതുണ്ട്. ഓ, ചാർജറിന് എക്സ്ട്രാ പേയ്മെന്റ് അല്ല, വിത്ത് ഇപ്പൊ ഓൾറെഡി EV യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ ചാർജർ വേണ്ടല്ലോ. 7 kilowatt 11 kilowatt ഉണ്ടെന്നുണ്ടെങ്കിൽ ചാർജിങ് സെറ്റപ്പ്, അതായത് ഹോം ചാർജിങ് സെറ്റപ്പ് ചെയ്യുന്നേ. ഓക്കെ, ആപ്പിളിന്റെ ചാർജർ ഇല്ലാതെ വണ്ടി കൊടുക്കും. അല്ല, 2 ചാർജേഴ്സ് ഉണ്ടല്ലോ. ഈ 2.8 ഉണ്ട്, 11 kilowatt ഉണ്ട്. 2.8 സ്റ്റാൻഡേർഡ് ആണ്. ഏത് വണ്ടി എടുത്താലും കൂടി ഈ ചാർജർ കാണും. ഫാസ്റ്റ് ചാർജിങ് വേണമെങ്കിൽ. അതെ, മറ്റേതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിപ്പെൻസ് ആണ്. ഇപ്പൊ സ്മാർട്ട് എക്സിക്യൂട്ടീവിലും സ്മാർട്ടിലും വരുന്നില്ല. എക്സ്ട്രാ ചാർജർ ആക്സസറി ആയിട്ട് കസ്റ്റമേഴ്സ് വാങ്ങിക്കേണ്ടതായിട്ട് വരും. അതിന് നിയർലി ഒരു 75,000 വരുന്നുണ്ട്, ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ ചേർത്തിട്ട്. ചാർജറിന്റെ ഇൻസ്റ്റാളേഷൻ കൂടെ ചേർത്തിട്ട്.
ഇലക്ട്രിക് നിങ്ങൾക്ക് ഇവിടെ കയറേണ്ട ഒരു ആവശ്യമില്ല. ഇത് പക്ഷെ ഞാൻ ആദ്യം വെച്ച് മൊത്തത്തിൽ ഇങ്ങനെ അല്ല, അത് ബെൻസിനൊക്കെ ആ സിസ്റ്റം ആണ് വരുന്നത്. നമുക്ക് ടെസ്റ്റിംഗ് പരിപാടിയായിരുന്നു. വേറെ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനായിട്ടുണ്ടോ? ഫീച്ചേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം യൂഷ്വലി ഇപ്പം ക്രെറ്റയൊക്കെ യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് അറിയാം നമ്മൾ തന്നെ. എന്നെ ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. നോർമൽ ക്രെറ്റ എന്ന് നോക്കുമ്പോൾ കോ ഡ്രൈവർ സീറ്റ് 8-way ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആക്കിയിട്ടുണ്ട്. പിന്നെ ഡ്രൈവർ സൈഡ് സീറ്റിന് 2 മെമ്മറി ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ പ്രീമിയം ഫീച്ചർ, പിന്നെ ഒരു പ്രീമിയം സെഗ്മെന്റ് വെഹിക്കിൾസിലാണ് ഈ മോഡ്സ് കോഡ് വരുന്നത്. ഇപ്പൊ അയോണിക്കിനകത്ത് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു എച്ച് എന്നുള്ള ഡോട്ടഡ് എച്ച്, ആ ഒരു സ്ക്രിപ്റ്റ് ലാംഗ്വേജ് പോലത്തെ. ഇപ്പം അബ്രോഡൊക്കെ ഉള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമ്മളെ പുതിയതായിട്ടുള്ള ടുസോണോ അല്ലെങ്കിൽ കോനിയൊക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റും ഈ ഒരു പാറ്റേണിലുള്ള സ്റ്റിയറിംഗ് വീലും പിന്നെ ഒരു കണക്റ്റഡ് ഡിസ്പ്ലേസും പിന്നെ മോഡ്സ് കോഡൊക്കെ ഓൾമോസ്റ്റ് ഒരു പ്രീമിയം വെഹിക്കിൾസിലാണ് ഹുണ്ടായി ഇപ്പം കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി അങ്ങോട്ട് ഇറങ്ങാൻ പോകുന്ന പല വെഹിക്കിൾസിലും ഇതൊക്കെ തന്നെ ആയിരിക്കും. സോ ഇന്റീരിയറിൽ കുറച്ചും കൂടി കംഫർട്ടും പിന്നെ അതേപോലെ തന്നെ നോർമൽ ഒരു ക്രെറ്റ യൂസ് ചെയ്യുന്ന കസ്റ്റമർ ഉറപ്പായിട്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സസ്പെൻഷൻസിൽ കുറച്ചും കൂടി ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും. കുറച്ചും കൂടി ട്യൂൺഡ് ആയിട്ട് വരുന്ന ടൈപ്പാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ബാറ്ററിയുടെ വെയിറ്റും കൂടെ ബാലൻസ് ആവുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ചും കൂടി ഒരു കംഫർട്ട് കുറച്ച് എക്സ്ട്രാ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. ഹിൽ ഡിസൈൻ കൺട്രോൾ വരുന്നുണ്ട് നമുക്ക് എക്സ്ട്രാ ആയിട്ട്. ഹിൽ ഡിസൈൻ കൺട്രോളും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ അവിടെ ട്രാക്ഷൻ കൺട്രോളിന്റെ സ്വിച്ചസ് ഉണ്ട്. പിന്നെ നമ്മളെ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. ESC ഡിസേബിൾഡ്.